അക്വിറ്റസിൻ്റെ 15 വയസ്സേ ഉള്ള ആളിനെ 15 വയസ്സേ ഉള്ളു. മിലാനിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ ആ 15 വയസ്സുള്ള സമയത്ത് തന്നെ ആളിനെ നല്ല ആദ്യമേ തന്നെ ദിവ്യകാരുണ്യത്തോട് ഭയങ്കര ആഭിമുഖ്യമാണ്. ദിവ്യകാരുണ്യത്തോട്. അപ്പം നമ്മൾ ഈ ദിവ്യകാരുണ്യത്തോട് പലതരത്തിലുള്ള ബന്ധങ്ങൾ നമുക്ക് സാധ്യമാണ്. വളരെ ഒരു ഫ്രണ്ട്ലി റിലേഷൻസ് സാധ്യമാണ്. പിന്നെ ഒരു അദമ്യമായ അഭിഷേക ദൈവോന്മുഖ മിസ്റ്റേരിയം ട്രാൻഷൻ എന്ന് പറഞ്ഞ ദൈവത്തിനടുത്ത ഭയം തോന്നിപ്പിക്കുന്ന റിലേഷൻസ് നമുക്ക് സാധ്യമാണ്. അതുപോലെ തന്നെ വളരെ അഭിഷേകസിദ്ധമായിട്ടൊരു ആരാധനാപൂർവമായ സാക്ഷ്യവും ഒരു ലവ് ദൈവസ്നേഹത്തിൻ്റെ തന്നെ ഏറ്റവും സ്പർശ്യമായ ഒരു മൗന മനന ധ്യാനത്തിനും കണ്ടംപ്ലേഷനും ഒക്കെ ദിവ്യകാരുണ്യം വല്ലാത്ത സാധ്യതകളാണ് ആരാധന ലോകത്തുണ്ടാക്കിയത്. അപ്പോൾ അക്വിറ്റസിന് ഈ ആരാധനയോട് ഭയങ്കര കമ്പമാണ് ദിവ്യകാരുണ്യം. അക്വിറ്റസിൻ്റെ ഹോബി എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തന്നെത്താൻ ഉണ്ടാക്കിയതാണ്. കമ്പ്യൂട്ടർ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അക്വിറ്റസിനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞെന്താണെന്നറിയാമോ? നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ വിശുദ്ധനാണെന്നാണ്. കൈയടിക്കണേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു കാലം ചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് നല്ല വിശുദ്ധന്മാരെ കൂടി കിട്ടുകയാണ്. ആ കാലത്തിന് പറ്റിയ വിശുദ്ധന്മാരെ കിട്ടുകയാണ്. അപ്പോൾ എന്താണ് വിഷയം വെച്ചാൽ അക്വിറ്റസ് എപ്പോഴും ദിവ്യകാരുണ്യത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കും, എപ്പോഴും ആലോചിക്കും. എന്നിട്ട് ദിവ്യകാരുണ്യത്തിൽ നടന്നിട്ടുള്ള അത്ഭുതങ്ങളെല്ലാം കളക്ട് ചെയ്യും. ലോകത്തെവിടെയെല്ലാം 100, 104, 128 അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ.